മഹാനായ ദാവൂദ് ത്വാഇ റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് സുഹൃത്ത് വലയങ്ങൾ ഉണ്ടായിരുന്ന ആളായിരുന്നു. മഹാപണ്ഡിതനായ അസൂഫിവര്യനായ മഹാനായ ദാവൂദ് ത്വാഇ റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് സുഹൃത്ത് വലയങ്ങൾ ഉണ്ടായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം തന്റെ സുഹൃത്ത് വലയത്തിലുള്ള ആരോടും താൻ ബന്ധപ്പെടാതായി. താൻ മാർക്കറ്റിലേക്ക് പോകുമ്പോഴും ജുമാക്ക് വരുമ്പോഴും വീട്ടിലേക്ക് പോകുമ്പോഴും കമ്പോളത്തിലേക്ക് പോകുമ്പോഴൊക്കെ ഒറ്റയ്ക്കായി, ആരോഗ്യം കൂട്ടാതെ ഒരു സുഹൃത്ത് ബന്ധവും ഇല്ലാത്ത രീതിയിൽ തങ്ങൾ മാറിയപ്പോ തങ്ങളോട് സുഹൃത്ത് ബന്ധത്തിൽ ഉണ്ടായിരുന്ന പഴയ സുഹൃത്തുക്കൾ മഹാനായ ദാവൂദ് ത്വാഇ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, പരിശുദ്ധമായ ഖുർആനും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും സുഹൃത്തുക്കൾക്ക് അതല്ലെങ്കിൽ സഹോദര്യത്തിന്റെ വലിയ പ്രാധാന്യം നൽകുമ്പോ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു സുഹൃത്ത് ബന്ധവും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നു എന്ന് ദാവൂദ് ത്വാഇ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കുമ്പോ മഹാനവർ പറഞ്ഞത് ഒറ്റ മറുപടിയാണ്, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, ഒരുപാട് സൗഹൃദം, ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം എന്നെ പ്രശംസിക്കുകയും എന്നെ പുകഴ്ത്തുകയും എന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതെല്ലാം വഞ്ചനയാണെന്ന് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അവർ എന്നിൽ നിന്നും ഏതെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ, ഒരു കുറ്റം കണ്ടാൽ, ഒരു പോരായ്മ കണ്ടാൽ അത് തിരുത്തി തരുവാൻ, അത് പോരായ്മയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുവാൻ അവർ ശ്രമിച്ചില്ല. അങ്ങനെയുള്ള കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ തിരിച്ചറിയുന്നു, അത് തെറ്റാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ശേഷം അതിൽ നിന്നും ഞാൻ വിട്ടുനിന്നു. എന്റെ ആഖിറത്തിന് അത് ബുദ്ധിമുട്ടാണ്, പ്രയാസകരമായിരിക്കും ആ ഒരു സുഹൃത്ത് ബന്ധത്തിലൂടെ എനിക്ക് മുന്നോട്ട് പോകുന്നത് എന്ന് സ്വയം മനസ്സിലാക്കിയപ്പോൾ കൊണ്ടാണ് ഞാൻ അവരിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നത് എന്ന് മഹാനായ ദാവൂദ് ത്വാഇ റഹ്മത്തുള്ളാഹി അലൈഹി പറയുമ്പോ വാസ്തവത്തിൽ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ നാം ഒന്ന് മനസ്സിലാക്കണം. നമ്മളെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരാളുള്ളതായ ഒരു ജുബ്ബയിൽ അല്ലെങ്കിൽ അവർ ധരിച്ചിരിക്കുന്നതായ വസ്ത്രത്തിൽ ഒരു തേളിരിക്കുന്നത് നമ്മൾ കണ്ടു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപദ്രവകാരിയായ ഒരു ജീവി ഇരിക്കുന്നത് നാം കണ്ടു, അതല്ലെങ്കിൽ രാത്രിയിൽ അഴിച്ചിട്ടതായ ഒരു ഷൂസിൽ രാവിലെ എടുത്തി ആ സഹോദരൻ ഒരാൾ നാം കാണുന്ന ആൾ ഇടുമ്പോ അതിലൊരു ഉപദ്രവകാരിയായ വിഷജന്തുവായ ഒരു പാമ്പിരിക്കുന്നത് നാം കണ്ടു. നാം എന്ത് ചെയ്യും? ഒരല്പമെങ്കിലും വിവേകമുണ്ടെങ്കിൽ, ഒരല്പമെങ്കിലും ഊളയുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യും? ഉണർത്തി കൊടുക്കും. സുഹൃത്തെ, അതിൽ വിഷജന്തുണ്ട്, പാമ്പുണ്ട്, അതല്ലെങ്കിൽ നിന്റെ ശരീരത്തിൽ ഒരു തേളിരിക്കുന്നുണ്ട്, ഒരു പഴുതാരയുണ്ട്, ഒരു ഉറുമ്പുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്വയം അത് തട്ടിക്കളയില്ലേ? തീർച്ചയായും ചെയ്യും. ഇതെന്തേ? ഇനി ഒരു പക്ഷേ ഈ പാമ്പ് ഇവനെ ഉണർത്തി കൊടുക്കാത്തത് കാരണമായിട്ട് ഷൂസിൽ ഇരുന്നതായ ആ ഒരു പാമ്പ് ഇവനെ കൊത്തി അവൻ മരിച്ചു പോയാൽ അവനിക്ക് എന്തേ നഷ്ടമുള്ളൂ? ഈ ദുനിയാവ് നഷ്ടപ്പെടും. അവൻ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകും.